What's up guys? Voice Talkile പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇപ്പോൾ കൊറോണ ഡെൽറ്റ അതായത് മൂന്നാം തരംഗം വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നിങ്ങൾ എല്ലാവരും ശ്രദ്ധിച്ച് ഭയങ്കര കെയർഫുൾ ആയിട്ട് തന്നെ ഇരിക്കുക. അത്യാവശ്യ സമയങ്ങളിൽ മാത്രം നിങ്ങൾ പുറത്തേക്ക് ഇറങ്ങാം. ഓക്കെ, നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം. അപ്പോൾ കഴിഞ്ഞൊരു ദിവസം എൻ്റെ ഒരു സബ്സ്ക്രൈബർ മച്ചാൻ എനിക്കൊരു പേഴ്സണൽ വീഡിയോ അയച്ചിട്ടുണ്ടായിരുന്നു. അവൻ ഫ്രണ്ട് ആൻഡ് സ്പ്രിങ് ചെയ്യുന്ന ഒരു വീഡിയോ ആയിരുന്നു. ഇതായിരുന്നു ആ വീഡിയോ. അപ്പോൾ ഈ വീഡിയോൻ്റെ അകത്ത് അവൻ്റെ മെയിൻ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ലാൻഡിങ് വരുന്ന സമയത്ത് മുട്ടുകാല് നൂരുന്നില്ല എന്നുള്ളതായിരുന്നു അവൻ്റെ മെയിൻ പ്രശ്നം എന്ന് പറയുന്നത്. അപ്പോൾ അവൻ എനിക്ക് മെസ്സേജ് അയച്ചു, പ്രശ്നം എന്താണെന്ന് ചോദിച്ചു. അപ്പോൾ ആ പ്രശ്നങ്ങളൊക്കെ ഞാൻ പറഞ്ഞു കൊടുത്തതിന് ശേഷം അവൻ മുട്ടുകാല് സ്ട്രെയിറ്റ് ആക്കി ലാൻഡിങ് ചെയ്ത് പഠിച്ചു എന്ന് എനിക്ക് മെസ്സേജ് അയച്ചു. അപ്പോൾ ആ ലാൻഡിങ് പഠിച്ച വീഡിയോയും എനിക്ക് സെൻഡ് ചെയ്തിട്ടുണ്ട്. ഇതാണ് ആ വീഡിയോ. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇങ്ങനത്തെ സംശയങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ എന്നെ ഇൻസ്റ്റാഗ്രാമുമായിട്ട് ബന്ധപ്പെടാവുന്നതാണ്. എനിക്കറിയുന്ന കാര്യമാണെന്നുണ്ടെങ്കിൽ ഞാൻ തീർച്ചയായിട്ടും റെസ്പോണ്ട് ചെയ്യുന്നതാണ്. അറിയുന്ന കാര്യം അല്ലെങ്കിൽ പോലും ഞാനത് തിരഞ്ഞ് കണ്ടുപിടിച്ച് നിങ്ങൾക്കത് പരിഹരിക്കും. അറിയാത്തതാണെങ്കിലും അറിയുന്നതാണെങ്കിലും തീർച്ചയായിട്ടും ഞാൻ റെസ്പോണ്ട് ചെയ്യും. അപ്പോൾ ഇൻസ്റ്റാഗ്രാമിൻ്റെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്, ഒന്ന് ഫോളോ ചെയ്തേക്കാം. അതുപോലെ തന്നെ നമ്മൾ പുതിയൊരു യൂട്യൂബ് ചാനലും കൂടെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ലിങ്കും ഞാൻ താഴെ കൊടുത്തിട്ടുണ്ട്. ജസ്റ്റ് ഒന്ന് കയറുക. ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെയുള്ള ബെല്ലൈക്കണും കൂടെ ഞെക്കി ഓൾ നോട്ടിഫിക്കേഷൻ എനേബിൾ ചെയ്യുക. പിന്നെ മാക്സിമം ഒന്ന് സപ്പോർട്ട് ചെയ്യുക. കാരണം എന്താണെന്ന് വെച്ചാൽ പുതിയൊരു യൂട്യൂബ് ചാനലാണ്. അതിൻ്റെ കണ്ടന്റ് എന്താണെന്ന് ഞാൻ പറയുന്നില്ല, നിങ്ങൾ അവിടെ നോക്കിയിട്ട് ഒന്ന് ജസ്റ്റ് ചെക്ക് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇന്നത്തെ നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ ഗൈസ്, ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് നോർമൽ ഫ്രണ്ട് റോളിൽ നിന്ന് എങ്ങനെയാണ് ഒരു ഫ്രണ്ട് ഹാൻഡ് സ്പ്രിങ്ങിലേക്ക് നമ്മൾ കൺവേർട്ട് ചെയ്യുന്നത് എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോയുടെ ടോപ്പിക് എന്ന് പറയുന്നത്. അപ്പം ഇത് ചെയ്യാനായിട്ട് നമുക്ക് ഒന്ന് രണ്ട് മൂവ്സ് അറിഞ്ഞിരിക്കണം. ആ മൂവ്സ് അറിഞ്ഞിരിക്കേണ്ട മൂവ്സിൻ്റെ ട്യൂട്ടോറിയൽ വീഡിയോ ഒക്കെ നമ്മൾ ഈ ചാനലിൽ തന്നെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഞാൻ പറയാം, അതിനെല്ലാത്തിൻ്റെയും ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് അവിടെ പോയി കഴിഞ്ഞാൽ അത് കണ്ട് പഠിക്കാവുന്നുള്ളൂ. ഞാൻ പറയാം. ആക്ച്വലി നമുക്ക് ഫ്രണ്ട് ഹാൻഡ് സ്പ്രിങ്ങിൻ്റെ വീഡിയോ എനിക്ക് തോന്നുന്നു ഇത് മൂന്നാമത്തെ വീഡിയോ ആണ് ഞാൻ അപ്ലോഡ് ചെയ്യുന്നത്. ഒന്ന് ലേൺ 5 മിനിറ്റ്, അതായത് 5 മിനിറ്റ് കൊണ്ട് ഫ്രണ്ട് ഹാൻഡ് സ്പ്രിങ് എങ്ങനെ പഠിക്കാം എന്നുള്ളത് നമ്മൾ ചെയ്തിരുന്നു. പിന്നെ ചെറിയൊരു ടിപ്പ്, അതായത് സപ്പോർട്ടർ വെച്ചിട്ട് എങ്ങനെ ഫ്രണ്ട് ഹാൻഡ് സ്പ്രിങ് ചെയ്യാം എന്നുള്ളതും നമ്മൾ യൂട്യൂബിൻ്റെ അകത്ത് പറഞ്ഞിട്ടുണ്ട്. ഇന്നത്തെ നമ്മുടെ ടോപ്പിക്ക് ഫ്രണ്ട് റോൾ ടു ഫ്രണ്ട് ഹാൻഡ് സ്പ്രിങ്. അത് ഒറ്റയ്ക്ക് പഠിച്ചെടുക്കാൻ പറ്റുന്ന ചെറിയൊരു കാര്യമാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഈ വീഡിയോ മുഴുവനായിട്ട് കാണുക. ഇത് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാം മനസ്സിലാവും, പെട്ടെന്ന് തന്നെ പഠിച്ചെടുക്കാനും പറ്റും. സോ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം. അതിന് മുന്നേ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ ഡു സബ്സ്ക്രൈബ് ആൻഡ് ക്ലിക്ക് ദ ബെല്ലൈക്കൺ. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ ഇത് പഠിച്ചെടുക്കാൻ വേണ്ടിയിട്ട് നമുക്ക് 3 മൂവ്സ് അറിഞ്ഞിരിക്കണം. ഒന്ന് ഫ്രണ്ട് റോൾ, ബേസിക് ഫ്രണ്ട് റോൾ അറിഞ്ഞിരിക്കണം. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് ഹാൻഡ് സ്റ്റാൻഡ് ആണ്. മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് കിപ്പപ്പ് ആണ്. കിപ്പപ്പ് ഓർ കിക്കപ്പ് രണ്ടും പറയാറുണ്ട്. ഇത് 3ഉം നമുക്ക് അറിഞ്ഞിരിക്കണം. ഇത് അറിഞ്ഞിരുന്നാൽ മാത്രമേ നമുക്കിത് ഒറ്റയ്ക്ക് പഠിച്ചെടുക്കാനായിട്ട് പറ്റുള്ളൂ. അപ്പം നമുക്ക് ഫസ്റ്റ് മൂവായ ഫ്രണ്ട് റോൾ ഒന്ന് നോക്കാം. അപ്പോൾ ഫ്രണ്ട് റോൾ എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. നമ്മൾ ഡീറ്റെയിൽ ആയിട്ടൊരു വീഡിയോ ഇതിന് മുന്നേ ചെയ്തിട്ടുണ്ട്. ബേസിക് ഫ്ലിപ്സ് ഫോർ ഫ്രണ്ട് ഫ്ലിപ്പ് ഓർ ബാക്ക് ഫ്ലിപ്പ് എന്നുള്ളൊരു കണ്ടന്റ് ആയിരുന്നു അത്. അതിനകത്ത് ഫ്രണ്ട് റോള് ബാക്ക് റോളും ഒക്കെ നമ്മൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ലിങ്കും ഞാൻ താഴെ കൊടുക്കുന്നുണ്ട്. എൻ്റെ എല്ലാ ട്യൂട്ടോറിയലിൻ്റെയും ലിങ്ക് താഴെ കൊടുക്കും. ഇടയ്ക്കിടയ്ക്ക് പറയുന്നതിനേക്കാളും നല്ല ഒരുമിച്ചൊക്കെ പറഞ്ഞാൽ അതങ്ങ് കഴിഞ്ഞല്ലോ. ഓക്കെ, നമുക്ക് അടുത്ത മൂവിലേക്ക് കിടക്കാം. അടുത്ത മൂവ് എന്ന് പറയുന്നത് എങ്ങനെയാണ് കിക്കപ്പ് എന്നുള്ളതാണ്. ജസ്റ്റ് അതൊന്ന് നമുക്ക് കാണാം. അപ്പോൾ കിക്കപ്പ് കഴിഞ്ഞു. കിക്കപ്പിൻ്റെ നമ്മൾ ട്യൂട്ടോറിയൽ ഇട്ടിട്ടുണ്ട്, നിങ്ങൾ അവിടെ പോയി ചെക്കൗട്ട് ചെയ്യുക. 5 മിനിറ്റ് കൊണ്ട് നിങ്ങൾക്ക് സിമ്പിളായിട്ട് ഒറ്റയ്ക്ക് പഠിച്ചെടുക്കാൻ പറ്റുന്ന ഒരു ചെറിയ മൂവാണ് കിക്കപ്പ് എന്ന് പറയുന്നത്. ട്യൂട്ടോറിയൽ വീഡിയോ ലിങ്ക് ഇൻ ദ ഡിസ്ക്രിപ്ഷൻ. ആൻഡ് അടുത്ത മൂവ് എന്ന് പറയുന്നത് നമ്മുടെ ഹാൻഡ് സ്റ്റാൻഡ് ആണ്. ഇത് വളരെ സിമ്പിളാണ്. എനിക്ക് തോന്നുന്നു ഇതിൻ്റെ ബാക്കിലത്തെ മൂന്നാമത്തെ വീഡിയോ, അതായത് കഴിഞ്ഞ വീഡിയോ നമ്മൾ ഹാൻഡ് സ്റ്റാൻഡിൻ്റെ ടിപ്പായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അത് ജസ്റ്റ് കാണിക്കേണ്ട ആവശ്യമില്ല, ഞാൻ പറഞ്ഞെന്നുള്ളൂ. അപ്പോൾ 3 മൂവ്. അടുത്തത് മെയിൻ ആൻഡ് ഇമ്പോർട്ടൻറ്റ് മൂവാണ് ഇതിനകത്ത് വരുന്നത്. അതെന്തായാലും നമുക്ക് അറിഞ്ഞിരിക്കണം. ആ മൂവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫ്രണ്ട് റോൾ ആൻഡ് കിക്കപ്പ്. ഇത് രണ്ടും കൂടെ വരുന്ന ഒരു കോംബോ ആണ്. അതായത് ഫ്രണ്ട് റോൾ ചെയ്തുകൊണ്ട് തന്നെ ഒരു സ്റ്റോപ്പും ഇല്ലാതെ അവിടുന്ന് തന്നെ കിക്കപ്പ് ചെയ്യുന്നത്. ജസ്റ്റ് ഫ്രണ്ട് റോൾ ആൻഡ് കിക്കപ്പ്. അതെങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം.
അപ്പോൾ ഈ മൂവ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഫ്രണ്ട് റോള് കഴിഞ്ഞ് റോൾ ചെയ്തതിന് ശേഷം നമ്മുടെ കഴുത്തിൻ്റെ അതായത് ബാക്ക് പോർഷനിൽ എത്തുന്ന സമയത്ത് ആ പൊസിഷൻ വന്നു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ മുന്നോട്ട് പോവേണ്ടത് ഫോർവേഡ് പോവേണ്ടത് കിക്കപ്പിലൂടെയാണ്, അതായത് കിപ്പപ്പിലൂടെയാണ്, രണ്ടും പറയാറുണ്ട്. അപ്പോൾ അതാണ് ചെയ്യേണ്ടത്. അത് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ കാലിൽ ലാൻഡ് ചെയ്യുക. സോ വളരെ സിമ്പിളാണ്. അപ്പോൾ ഇനി ഇതെങ്ങനെ നമ്മൾ ഫ്രണ്ട് ഹാൻഡ് സ്പ്രിങ്ങിലേക്ക് അപ്ലൈ ചെയ്യാം എന്നുള്ളത് കൂടെ ഒന്ന് നോക്കാം. സോ ഈ മൂവ്സ് എല്ലാം കൂടി നമ്മൾ ഫ്രണ്ട് ഹാൻഡ് സ്പ്രിങ്ങിൽ അപ്ലൈ ചെയ്യുമ്പോൾ ഫസ്റ്റ് നമ്മൾ ഹാൻഡ് സ്റ്റാൻഡിലേക്കാണ് വരിക. ഹാൻഡ് സ്റ്റാൻഡ് ചെയ്ത് നമ്മൾ ഫ്ലിപ്പ് ചെയ്യാനായിട്ട് റെഡി ആവുന്നു. അത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ അവിടെ കിക്കപ്പ് സ്റ്റാർട്ട് ചെയ്യുക. അതായത് നമ്മൾ ഫ്രണ്ട് റോൾ ആൻഡ് കിക്കപ്പ് സ്റ്റാർട്ട് ചെയ്ത പോലെ തന്നെ ആ സെയിം പൊസിഷൻ നമ്മളെ കയ്യിൽ വരും. അതായത് ഫ്രണ്ട് റോൾ വെക്കുമ്പോൾ നമ്മൾ ഷോൾഡർ പൊസിഷൻ ആണെങ്കിൽ ഇവിടെ ഫ്രണ്ട് ഹാൻഡ് സ്പ്രിങ്ങിൽ വെക്കുന്ന സമയത്ത് നമ്മളെ കൈയാണ് വെക്കുന്നത്. ആ സെയിം പൊസിഷനിൽ നമ്മൾ കാലുകൊണ്ട് കിക്കപ്പ് ചെയ്യാൻ ശ്രമിക്കുക. ഇതാണ് ഫ്രണ്ട് ഹാൻഡ് സ്പ്രിങ്. വളരെ സിമ്പിളായിട്ട്, വളരെ ആരുടെയും സപ്പോർട്ടില്ലാതെ വളരെ ഈസി ആയിട്ട് പഠിക്കാൻ പറ്റുന്ന ഒരു തരം ഫ്ലിപ്പാണ് ഫ്രണ്ട് ഹാൻഡ് സ്പ്രിങ് എന്ന് പറയുന്നത്. ഇത് ഞാൻ ജസ്റ്റ് അവന് പറഞ്ഞു കൊടുത്തിട്ട് മാത്രമേ ഉള്ളൂ. കണ്ണൂരുള്ള മച്ചാനാണ്, ഞാൻ കോഴിക്കോടാണ്. ഞാൻ ഒരിക്കലും പോയി സപ്പോർട്ട് ചെയ്ത് പഠിപ്പിച്ചു കൊടുത്തതല്ല. അപ്പോൾ ഇത്തരം ചെറിയ മൂവ്സുകൾ എനിക്ക് പറഞ്ഞു തന്ന് പെട്ടെന്ന് ചെയ്യാനായിട്ട് പറ്റും. ബാക്കി ഉള്ള സപ്പോർട്ട് ചെയ്തുള്ള മൂവ്സ് എന്തായാലും സപ്പോർട്ടർ ഇല്ലാതെ നമുക്ക് ഒരിക്കലും ഇത് ചെയ്യാനാവില്ല. ഓക്കെ, അപ്പോൾ ഗൈസ്, ഇന്നത്തെ ഈ ചെറിയ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇതിനകത്ത് പറഞ്ഞ എല്ലാ മൂവ്സും നിങ്ങൾക്ക് വളരെയധികം ഉപകാരപ്രദമായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. നിങ്ങൾക്ക് എന്ത് സംശയമുണ്ടെങ്കിലും എന്നോട് ഇൻസ്റ്റഗ്രാമിൽ ചോദിക്കാവുന്നതാണ്. ഇൻസ്റ്റഗ്രാമിൽ എനിക്ക് മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും റിപ്ലൈ തരും. ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് ഉണ്ട്. ഇതിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് പറയുമ്പോൾ എനിക്ക് തന്നെ ബോറാവുന്നുണ്ട്. പിന്നെ ബാക്കിയുള്ള വീഡിയോസിൻ്റെ എല്ലാം ലിങ്കും ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട്. പുതിയ ചാനൽ ഒന്ന് പോയിട്ട് ചെക്കൗട്ട് ചെയ്യുക. സ്ലോമോളജി എന്നാണ് പേര്. അതിൻ്റെയും ലിങ്ക് കൊടുത്തിട്ടുണ്ട്. പിന്നെന്താ, അപ്പോൾ അടുത്തൊരു വീഡിയോ കാണുന്നവരെ നമുക്കിവിടെ വെച്ച് പിരിയാം. ബൈ.